In the diverse world of flowers, Neelakurinji stands out as a unique one. It's a flower that blooms once in 12 years. Some men are unique like the Neelakurinji. They go on to make a mark with their lives. In that league of men is C. Kristudas, who carries the charm of a commoner. Hailing from the village of Punalal in the southernmost district of Trivandrum in Kerala, Kristudas dreamt of bringing radical changes to the lives of the ordinary people. Four decades have gone by since Kristudas started Dale View, a visionary movement to address societal concerns. അന്ന് ഈ പ്രദേശത്തിലെ ആളുകളുടെ ദാരിദ്ര്യവും ഇല്ലിറ്ററസിയും പട്ടിണിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചൂഷണങ്ങളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഡെയിൽ വ്യൂ സ്ഥാപനം ഇവിടെ ഇങ്ങനെ ഒരു സോഷ്യൽ സ്ഥാപനം ആവശ്യമാണെന്നും ജനങ്ങളുടെ ദാരിദ്ര്യവും അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ചൂഷണവും അതുപോലെ പോവർട്ടി ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഒരു വലിയ സംഭവമായി നിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്ഥാപനത്തിലൂടെ മാത്രമേ ഇത് പരിഹാര മാർഗം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് 1977 ഒരു വിമൻസ് ഗ്രൂപ്പാണ് ആദ്യമായി ഇവിടെ ആരംഭിക്കുന്നത്. അന്ന് ഡെയിൽ വ്യൂ എന്നുള്ള ചിന്ത ഇല്ലായിരുന്നു. പക്ഷേ ആ വിമൻസ് ഓർഗനൈസേഷനിലൂടെ സ്ത്രീകളുടെ ആരോഗ്യവും ന്യൂട്രീഷൻ എഡ്യൂക്കേഷനും കുട്ടികളുടെ ഇടയിലുള്ള മാൽന്യൂട്രീഷനും അതുപോലെ തന്നെ അവർക്ക് ഒരു അംഗനവാടി അല്ലെങ്കിൽ ബാലവാടി സ്ഥാപിക്കുന്നതിനുള്ള ശ്രമമായിരുന്നു ഞാൻ തുടങ്ങിയത്. Dale View made a bold move to help women who were silent victims of exploitation and drug abuse. Through women collectives, Dale View began to salvage women from dilapidated houses to the path of empowerment. Kristudas had his priorities charted out. He identified education, better health, and jobs as well as basic amenities as pillars for realizing a progressive society. The excess indulgence of men in intoxicants was the first and formidable challenge that Kristudas had to face. 2 വർഷം നോക്കിയപ്പോഴും ഈ ആളുകൾ തൽക്കാലം നിർത്തും, പിന്നെ അവരെ പോയി കുടിക്കുകയാണ്. അങ്ങനെയാണ് 32 വർഷത്തിന് മുമ്പ് അഡിക്ഷൻ ആരംഭിക്കുന്നത്. കിടത്തി ചികിത്സ ആദ്യം 15 കിടക്കയായിരുന്നു. പിന്നെ അത് ഗവൺമെൻറ് സ്റ്റഡി നടത്തി നമ്മൾ പറയുന്നതെല്ലാം വാസ്തവമാണെന്ന് ബോധ്യം വന്നു. അവരിവിടെ ഇൻസ്പെക്ഷൻ നടത്തി രാത്രി. അപ്പോൾ ഇവിടെ 50 പേഷ്യൻ്റ് അന്ന് കിടക്കുകയാണ് 20ൻ്റെ സ്ഥാനത്ത്. അങ്ങനെയാണ് ഒടുവിൽ 30 കിടക്കയായിട്ട് ഇത് ഉയർത്തിയത്. അങ്ങനെ 30 കിടക്കയായി. ഇപ്പോൾ അത് ഏതാണ്ട് 100 കിടക്കയുള്ള അഡിക്ഷൻ സെൻ്ററായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഞാൻ നേരത്തെ ഒരു മദ്യപാനിയായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ ദുശീലമായ മദ്യപാനമല്ല, എന്നാലും എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു മദ്യപാനമായിരുന്നു ഞാൻ നടത്തി വന്നത്. അപ്പോഴും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഇതുപോലെ ഇവിടുത്തെ ഈ ഡെയിൽ വ്യൂ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് അവിടെ വരികയായിരുന്നു. ഇവിടെ വന്ന് 31 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് എടുത്ത് വീട്ടിൽ വന്ന് നല്ല ശീലങ്ങൾ പാലിച്ച് അത് മൊത്തത്തിൽ മാറി. അവരെ കാണാൻ തന്നെ അവരുടെ സ്വഭാവവും പെരുമാറ്റവും പ്രത്യേക ഒരു ഇതായപ്പോൾ എനിക്കും തോന്നി ഇവിടെ വരണം. എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ ഇവിടെ വന്നത്. For this, he had to deal with the might of the drug mafia. At snail's pace and with a great deal of resilience, the efforts of Kristudas began to yield results. 10ൽ പഠിച്ച എൻ്റെ കൂട്ടുകാരാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. വേറൊരു സ്ഥലത്ത് ട്രിപ്പ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ ഏകദേശം 2 ആഴ്ചയായി. ഇവിടുത്തെ കൂട്ടുകാരും സിസ്റ്റർമാരും എല്ലാം എന്നെ വേറൊരു നന്ദാക്കി മാറ്റി എടുക്കുകയാണ് ഉണ്ടായത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേറൊരു നന്ദയായി ഞാൻ മാറിക്കഴിഞ്ഞു ആൾറെഡി. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ലഹരി യൂസ് ചെയ്യില്ല. ഞാൻ ആൾറെഡി ശബ്ദം ചെയ്ത് കഴിഞ്ഞു.
thus came into existence Daleview Rehabilitation Center, one of the key establishments dealing with de-addiction in India. This 100-bedded center had given a new lease of life to thousands of people. It is backed by experienced doctors, counselors, and comes with facilities for modern treatment. Those leaving the center after successful rehabilitation are given assistance for finding livelihood. അപ്പോൾ ഇപ്പം മതിയാക്കിയിട്ട് ഏകദേശം 1 വർഷമായി. ഇതിനൊരു വർഷം തൊട്ടിട്ടില്ല. അങ്ങനെ തോന്നുന്നുമില്ല. അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ അവിടുത്തെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞാൻ മദ്യം വേറെ തൊട്ടിട്ടില്ല. അത് ആലോചിക്കും ചില അലർജി ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു വീണ്ടുമുള്ള ഒരു തലമുറയ്ക്കുള്ള ഒരു നല്ല ഒരു നേട്ടം തന്നെ. അതിനുശേഷം ഞാൻ മദ്യം വേറെ തൊട്ടിട്ടില്ല. അത് ആലോചിക്കും ചില അലർജി ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ലഹരി യൂസ് ചെയ്യില്ല. ഞാൻ ആൾറെഡി ശബ്ദം ചെയ്ത് കഴിഞ്ഞു. കാരണം എനിക്ക് ഇനി അഭിമാനിക്കാം മറ്റുള്ളവരും. അത് ഈ അഭിമാനം ഞാൻ പറയുന്നത് ഈ ഡെയിൽവ്യൂവിനോട് മാത്രമേ ആ അഭിമാനം ഞാൻ നന്ദി വെക്കുന്നത്. Had Kristudas succumbed to failure, this center would not have become a reality. Daleview also runs a center to support women who become victims of domestic violence and are provided with the required know-how to become self-employed. These centers, situated in the lap of Agastya Hills, have become abodes of women empowerment. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഡെയിൽവ്യൂ സുരക്ഷ പ്രോജക്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം. കാരണം ഒരുപാട് പ്രശ്നങ്ങളുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയോടും സഹോദരങ്ങളോടും പറയുന്നതിനേക്കായി ഫ്രീ ആയിട്ടും ധൈര്യമായിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാവുന്ന ഒരു സ്ഥാപനമാണ് ഡെയിൽവ്യൂ സുരക്ഷ പ്രോജക്റ്റ്. ഞങ്ങൾ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിയമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഗവൺമെൻറ് ഇഷ്യൂസിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ പല ട്രാൻസ്ജെൻഡേഴ്സിനെയും വീട്ടിൽ നിന്ന് വെളിയിലാക്കുകയും സ്വത്ത് കൊടുക്കാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മയും അച്ഛനും സഹോദരങ്ങളും വെളിയിലാക്കിയിട്ടുള്ള പല ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. പക്ഷേ ഞങ്ങളതൊക്കെ അങ്ങ് വിട്ടു. ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കാറ് പോലും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഡെയിൽവ്യൂ സുരക്ഷാ പ്രോജക്റ്റ് ഇങ്ങനെ ഡെയിൽവ്യൂയിൽ നിന്ന് പിന്നെ അതായത് അഡ്വക്കേസി മീറ്റിംഗ്, ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് സ്വത്ത് കൊടുക്കാതെ അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാതെ ഇഷ്യൂസ് ഉണ്ടാകുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് ലീഗലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് വളരെയധികം ഫലപ്രദമായി. Daleview in the local language of Malayalam means valley view. From this valley, Kristudas used to gaze at the mountains and dreamed of ambitious plans. The uplift of farmers was one of them. The village of Punalal predominantly had lands that sloped from the hills, and it posed problems to farming. Kristudas sorted this out by creating terraced lands supported by stones. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ വിളകൾ കൃഷികളെല്ലാം ഒലിച്ചങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ അടുക്കിങ്ങനെ അടുക്കി ഓരോ സ്ഥലങ്ങളിലും കുറച്ച് താഴെ അടുക്കി വെള്ളം ഇതിനകത്ത് നിൽക്കും. ഈ അടുക്കിൻ്റെ ഇടയിൽ കൃഷികൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലം. അന്ന് വളരെ ഭംഗിയായിട്ട് സാറ് നല്ല എമൗണ്ട് മുടക്കി ചെയ്തിട്ടുണ്ട്. Thus the crops were spared from the gushing rainwater, and the practice of rainwater harvesting was also introduced in these farmlands. Watershed projects were extended and the local ponds and canals rejuvenated. നമ്മളിവിടെ വന്ന് 43 വർഷമായി. നമുക്കൊരു ബാത്റൂം എന്ന് പറയുന്നതില്ല, കുളിമുറി എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഈ ഒരു സ്ഥാപനം ഇവിടെ വന്നതിന് ശേഷമാണ് റോഡും ഈ വാട്ടർ ടാങ്ക്, TV എല്ലാം, പിന്നെ പൈപ്പ് കണക്ഷൻ,
ടോയ്ലറ്റ്, ഇങ്ങനെ എല്ലാ 22 വീട്ടുകാർക്ക് ഈ ഡെയിൽ വ്യൂ മുഖേനയാണ് സാമ്പത്തിക സഹായവും ലോണായിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ തന്നിട്ടുണ്ട്. The settlements were supported with new water connection and wells were dug to overcome water scarcity. Those who eked their living out of bamboo were given assistance to grow bamboo near to water sources, which came as a great relief to sustain bamboo business in the village. എർത്ത് വികസന പരിപാടിയിൽ ഇതുപോലുള്ള തോട്ടിൻ്റെ സൈഡിലെല്ലാം ബാമ്പു വച്ച് പിടിപ്പിച്ചു. ഇന്ന് ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗമാണ് ഇത്. ഇതിൻ്റെ ഓരോ തൈക്കും കട്ട് ചെയ്ത് അഗ്രികൾച്ചർ നഴ്സറിയിൽ വെച്ച് അവർ കാശാക്കുകയാണ്. ഇത് അലങ്കാര ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം അലങ്കാര ചെടിയായിട്ട് ഈ ബാമ്പുവിനെ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി വച്ച് പിടിപ്പിച്ചാണ് ഈ ബാമ്പു ഫിഷസ്. ഡെയിൽ വ്യൂ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മളിതെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. ചെറുകിട നേഴ്സറിക്കാർക്ക് വളരെയധികം ആനുകൂല്യങ്ങളും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്തു. അതിൽ കൂടി കൊച്ചു കൊച്ചു നേഴ്സറികൾ ഉണ്ടായിരുന്നു. അവരാണ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഇത്രയും വലിയൊരു സംവിധാനമായി. ഇന്ന് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ വലിയൊരു ബിസിനസ്സാണ് ഈ നേഴ്സറി. Assistance was also given to start flower gardens, and now the village of Punalal and its surroundings hold a special place in flower business. ഒരു 25 വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ വളരെ ഇവിടെ റോഡോ മറ്റ് വികസനങ്ങൾ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ സാമൂഹിക പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇടയിൽ ക്രിസ്ത സാർ ഈ ഏരിയയിലൊക്കെ വന്ന് ഏരിയയെ പറ്റിയൊക്കെ പഠിച്ചിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി സംഘമായിട്ട് കൂട്ടി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പൈസയിലുപരി അതിൻ്റെ ഒരു നോളജ് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിപ്പിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്ത് ആൾക്കാരെ തമ്മിൽ തന്നെ കൂട്ടിച്ച് അങ്ങനെ വന്നിട്ട് കൃഷി സാധാരണക്കാരെ പൊക്കി എടുക്കുന്നുണ്ട്. കൃഷിക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ സബ്സിഡി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് ഈ കല്ലെടുക്ക് പദ്ധതി ആണ് ഇവിടെ കൊണ്ടുവന്ന ആദ്യത്തെ ഒന്ന്. അപ്പോൾ കല്ലെടുക്ക് പദ്ധതി, അതുപോലെ ആട് വളർത്തൽ, പശു വളർത്തൽ, കോഴി വളർത്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം തന്ന് അങ്ങനെ സാറ് ആണ് ഈ ഏരിയയിൽ ആദ്യമായിട്ട് വന്നത്. Along with farming, Kristudas also introduced animal husbandry. It was he who introduced the Girirajan variety of chicken in this region. Soon cows, goats became part of households and the lifestyle of the people gradually began to improve. After succeeding in his efforts to make people aware of their opportunities and abilities, Kristudas in the early phase of his interventions itself began to focus on the field of education. Education programs that were started for village children soon transformed into schools. വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുകയും അവരെ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി അന്ന് വെള്ളനാട് പ്രദേശത്താണ് ആദ്യമായിട്ട് സ്കൂൾ തുടങ്ങിയത്. അപ്പോൾ അവിടെ കുട്ടികളെ അവിടെ കൊണ്ടുപോകുന്നതിനും അവിടെ ഫ്രീ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നതിനും അദ്ദേഹം പലപ്പോഴും താല്പര്യം കാണിച്ചിരുന്നു. Many educational establishments soon followed, and the trend took Dale View to the stage of realizing a college for pharmacy. All these institutions bear the stamp of Kristudas' untiring efforts, which had been duly recognized through many honors and awards. Which he accepted with utmost humility. He also earned a doctorate for his outstanding works in social service. Dale View reckoned the importance of empowering women and ensuring growth. Groups were formed to create common workplaces, and small business ventures were provided with all possible assistance by Dale View. Vocations like tailoring,
embroidery work and food processing became source of economic growth for the village. More than 100 houses were built by Daleview in the village of Punalal. ആദ്യം 2-വീലർ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് കാറായി, പിന്നെ ബസ് റൂട്ടായി. സാറിൻ്റെയും പിന്നെ ഇവിടെ ഒരു ജേക്കബ് സുവിശേഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അത് വലിയൊരു വികസനത്തിൽ വന്ന് റോഡായി. As all these were happening, the undying spirit of Krisudas continued to draw the attention of many. Among them was an admirer, a personality respected worldwide, the former President of India, Dr. APJ Abdul Kalam, who also made a visit to Daleview. Heard a lot about the founder, the chairman of the Daleview Group Institution, Sri Kristudas. Kristudas is a social reformer, educator in the highest order. When I see such a person sitting by my side, I see a lot of young people, children. Okay? എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവമാണ്. ഇത്തരത്തിലുള്ള ഒരു മഹൽ പ്രഭ ഈ ഗ്രാമത്തിൽ വന്നതോടുകൂടി ഒരു വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചു എന്നതാണ് സത്യം. Daleview has an international memorial and a museum in his honor. കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഒരു സംഗതിയും വിജയിക്കില്ല. പ്രത്യേകിച്ചും ഞാൻ രാത്രിയും പകലും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഞാൻ എൻ്റെ വൈഫ് ഞങ്ങളൊരു 2 ജാതിയിലാണ്. ജാതിയൊന്നുമില്ല, ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കണം, സമൂഹത്തിന് ഇതൊരു മോഡലാവണം. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, നല്ല അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ഒരു നല്ല പിന്തുണയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ബാക്കപ്പ് കിട്ടിയത്. A silent campaigner of Mahatma Gandhi's idea of living in harmony with nature, the life of Kristudas continues to exude simplicity. He starts his day by admiring and caring his pets and the greenery around him. ആദ്യം ഞാൻ ഒരു ആട് വാങ്ങി, ആടിനെ ഒരു പാവപ്പെട്ട ഫാമിലിക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് ഇയാൾ വളരണം. ആ ആട് പ്രസവിക്കുമ്പോൾ ഒരു കുട്ടി, ഒരു തീറ്റ ഇതുപോലെ പച്ചക്കറി പഠിക്കുന്ന പ്രായമുള്ള ഒരു കുട്ടിയെ തിരിച്ചു തരണം. അത് തിരിച്ചു വരുമ്പോൾ വേറൊരു ഫാമിലിക്ക് കൊടുത്തു. ഇതായിരുന്നു ആദ്യം ഞാൻ തുടങ്ങി വെച്ചത്. Collective efforts took his interventions in the society to new heights. Though age and ill health caught up with him, Kristudas continued to spend his days without any change. മുതൽ സാറുമായിട്ട് സാറിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയായിരുന്നു. അവിടെ ഞങ്ങൾക്ക് അതിനകത്തൊരു ക്യാൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു. ക്യാൻറ്റീനും 6-7 വർഷം ക്യാൻറ്റീൻ പ്രവർത്തിച്ചു. സാറുമായിട്ടൊക്കെ നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വിറ്റുപോയ ഒരു കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ സാറിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ സാറിൻ്റെ മക്കളിൽ നിന്ന് വലിയ സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രമേൽ ഇന്നും സാറ് ഞങ്ങൾക്ക് കാണപ്പെട്ട ഒരു ദൈവത്തെ പോലെ തന്നെയാണ് ഞങ്ങൾ ആ സാറിനെ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്. ഡെയിൽവ്യൂ എന്ന ഈ പേരിൻ്റെ ഉദ്ദേശം തന്നെ ഈ താഴ്വാരത്തിലുള്ളവർ, വ്യൂ ഓഫ് ദ വേലി, വ്യൂ ഓഫ് ദ ഗ്രാസ് റൂട്ട് ലെവൽ, താഴ്വാരത്തിലുള്ളവർ അവശരും ചൂഷിതരും മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരുമാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുവരുന്നത് പോലെ ഞാനിപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. എല്ലാ ആളുകളെയും അതുപോലെ വളർത്തി മുഖ്യധാരയിൽ എത്തിക്കുക, അതാണ് ഡെയിൽവ്യൂവിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം.
Christudas is always with the people for whom he explores and comes up with remedies for alleviating their hardships and sorrow. And in this journey to provide hope and solace to the deserving, Christudas has never bothered to put his feet up.